close till I get up. Time is barely on our. എല്ലാവർക്കും ക്രിയേറ്റീവ് മേക്കറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഇത് ആദ്യമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യം ഇതുപോലൊരു കുപ്പിയാണ്. ഇപ്പം ഏത് ഷേപ്പിലുള്ളതായാലും നമുക്ക് വിഷയമില്ല. പിന്നെ നമുക്ക് ആവശ്യം ഇതുപോലെ പിച്ചി കീറിയ കുറേ പേപ്പർ, പിന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫെവിക്കോൾ കുറച്ച് വേണം. അപ്പം ഫെവിക്കോളിനേക്കാൾ ഇരട്ടി വെള്ളം വേണം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഒരു ഫെവിക്കോൾ നമ്മുടെ ആ കുപ്പിയുടെ മുകളിലേക്ക് ഇതുപോലെ തേച്ചതിന് ശേഷം നമ്മുടെ പേപ്പർ അതിന് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. വലിയ ചെളിവൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുത്തേക്കാം. ഇതിപ്പം നമ്മൾ ആ ഒരു ഫുള്ള് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് ഉണങ്ങാൻ വെക്കണം. ഇതിപ്പോൾ ഉണങ്ങി എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം വെയിലത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. ഇനി നമ്മൾ കുറച്ച് ഫെവിക്കോൾ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് കുറേ മുട്ടത്തോടാണ്. അപ്പോൾ നമ്മൾ ആ ഫെവിക്കോൾ ഈ ഒരു കുപ്പിയുടെ മുകളിലേക്ക് നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആ ഒരു മുട്ടത്തോട് നന്നായി കഴുകി ഉണക്കി വെച്ച മുട്ടത്തോടാണ്. അപ്പോൾ അതിനുള്ളിൽ ഒരു പാട പോലെ സാധനമുണ്ട്. അതൊന്ന് പൊളിച്ചു കളയുമ്പോൾ തന്നെ നമുക്ക് അത് പൊട്ടിക്കുമ്പോൾ പിരിഞ്ഞു വരും. അതായത് പൊട്ടിക്കുമ്പോൾ അകന്ന് പൊക്കോളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്തു വെച്ച മുട്ടത്തോടാണ് ഉപയോഗിക്കുന്നത്. അത് ഈ ഒരു ഫെവിക്കോളിന് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുപ്പി മൊത്തമായിട്ട് ആ ഒരു ഫുള്ളായിട്ട് നമ്മുടെ ആ എക്സെല്ല് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ടത്തോട് ഇതിന് മുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് അകത്തി മാറ്റി മാറ്റി കൊടുത്താൽ മതി. ചെറിയൊരു അകലം നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ അകത്തി മാറ്റി വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ഈ ഒരു കുപ്പി മുഴുവനായിട്ടും ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ഈ കുപ്പിയുടെ മുകളിലേക്ക് പേപ്പർ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എങ്കിലും ഈ ഒരു പേപ്പർ ഒട്ടിച്ചു കഴിയുമ്പം മുട്ടത്തോട് പെട്ടെന്ന് നമുക്ക് അതിലേക്ക് ഒട്ടി കിട്ടും. ഇത് സാധാരണ കുപ്പിയുടെ മുകളിലേക്ക് തന്നെ ഒട്ടിച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ കുപ്പിയുടെ മുക്കാൽ ഭാഗത്തോളം നമ്മുടെ എക്സെൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു അരഭാഗം എത്തുമ്പോൾ തന്നെ നമുക്കിത് എളുപ്പമാണ് ഒട്ടിക്കാൻ. ആ മുട്ടത്തോട് പകുതി വീതം പൊട്ടിച്ച് നമുക്ക് അതിലോട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതി തന്നെ ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ കുപ്പിയുടെ ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും കുറച്ച് ആ ഒരു അടപ്പ് ഒട്ടിക്കുന്ന ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരു മുട്ടത്തോട് എടുക്കുക. അത് കൈയിട്ട് നന്നായിട്ട് കശക്കി പൊടി രൂപത്തിലാക്കി എടുക്കുക. പൊടി എന്ന് പറയുമ്പോൾ ഒരു തരിതരിയായിട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ ഇതുപോലെ ഇത് പൊടിച്ചെടുക്കുക. ഇത് നമ്മൾ ആ കുപ്പിയുടെ അറ്റത്ത് ഫെവിക്കോൾ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു മുട്ടത്തോട് അതായത് എക്സെല്ല പൊടി തരിതരിയായിട്ട് എടുത്തു വെച്ചത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തൊട്ട് താഴെ നെച്ചതായിട്ട് വന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് മാറ്റിക്കളയാം. നമുക്കിതിലേക്ക് പെയിൻറ് അടിച്ചെടുക്കണം. ഇനാമൽ പെയിൻ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ബ്ലാക്ക് കളർ ഇനാമൽ. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു കുപ്പിയിലേക്ക് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. ഒന്നിടപെടാതെ കുപ്പി മുഴുവനായിട്ടും ഇത് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇനാമൽ തന്നെ ഉപയോഗിക്കണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ അക്കറിലേക്ക് ഫാബ്രിക് എന്ത് പെയിൻറ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. മുക്കാൽ ഭാഗത്തോളം നമ്മൾ പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കുപ്പിയുടെ ഏറ്റവും ടോപ്പിലോട്ട് വരുമ്പോൾ നമ്മൾ ആ ബ്രഷ് കുത്തി അടിക്കുമ്പോൾ ആ ഒരു ഇടയിലേക്കല്ല നമ്മൾ ആ ഒരു പെയിൻറ് കയറിയിരിക്കുന്നോളും. ഇപ്പോൾ നമ്മൾ ആ ഒരു പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണങ്ങാൻ വെക്കണം. ഇപ്പോൾ പെയിൻ്റൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂർ വെയിലത്ത് വെക്കുമ്പോൾ തന്നെ ഈ ഇനാമൽ പെയിൻറ് ഉണങ്ങി വരും. ഇപ്പോൾ ഇനാമൽ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം എടുക്കുന്നത്. അല്ലാതെ സാധാരണ അക്രിലിക്കൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിൽവർ കളറാണ്. ഇതിപ്പോൾ നമുക്ക് 40 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പാക്കാണ്. ഇതിൻ്റെ അകത്തൊരു ഓയിൽ ഉള്ള ഭാഗവും പിന്നെ ഒരു പേസ്റ്റ് പോലിരിക്കുന്നൊരു ഭാഗമാണ്. നമ്മൾ ആ ഒരു പേസ്റ്റ് പോലിരിക്കുന്ന ഭാഗമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അടപ്പ് തുറന്നെടുക്കുക.
അതിനുള്ളിലേക്ക് നമ്മൾ ആ ഒരു കൈ വെച്ച് തന്നെയാണ് തൂക്കുന്നത്. അപ്പം ചെറുതായിട്ടൊന്ന് കയ്യിൽ എടുത്തതിന് ശേഷം ആ കുപ്പിയിലേക്ക് ചുമ്മാ ഒന്ന് അടിച്ചു കൊടുക്കുക. ചുമ്മാ തൊട്ടില്ല മണ്ണിലങ്ങ് നമ്മൾ ഓടിച്ചു കൊടുത്താൽ മതി. അതൊന്ന് ആ ഒരു എക്ഷലിലേക്ക് തന്നെ ആ ഒരു സിൽവർ പെയിൻറ്റ്, ആ സിൽവർ പേസ്റ്റ് ആയിക്കോളും. ഇപ്പോൾ കയ്യിലേക്ക് ഒന്ന് തൂത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി. ഈ ഒരു സിൽവർ പെയിൻറ്റ് ഉണങ്ങാൻ വലിയ താമസമൊന്നുമില്ല. ഏകദേശം 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഉണങ്ങി കിട്ടും. ഇതുപോലെ മുഴുവനും അടിച്ചെടുക്കുക. ഏറ്റവും ടോപ്പ് വരെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഏകദേശം ഒരു അരയുണക്ക്, അതായത് ആ ഒരു ഒട്ടുന്ന രീതി വരുമ്പോൾ നമ്മൾ ഇതുപോലെ ചുമ്മാ ഒന്ന് കൈവച്ച് ഓടിച്ചു കൊടുക്കുക. അപ്പോൾ ആ മുട്ടത്തോടിൻ്റെ ചെറിയ ഒടിവ് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ വരും. വേറൊരു ടെക്സ്ചർ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു ഫുൾ രൂപം. ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഇപ്പം നല്ല അടിപൊളിയാണ് കാണാൻ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ സിൽവർ കളറിന് വരെ നമുക്ക് വേണമെങ്കിൽ ഗോൾഡ്, അപ്പം അങ്ങനെ പല വെറൈറ്റി കളറൊക്കെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തൊട്ട് താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും എഴുതുക. പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. Close till I get up. Time is barely on our side. I don't wanna waste what's left.